ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാ നല്ലവരായ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ നാട്ടിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന SIR, അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പല രൂപത്തിലും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പ്രവാസികൾ ഇതിൽ നിന്ന് പുറത്തു പോകുമോ എന്നുള്ള ആശങ്കയിലാണ് എല്ലാവരും. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടത്, ഇലക്ഷൻ കമ്മീഷൻ തന്നെ അവരുടെ വെബ്സൈറ്റിൽ അതിനായി സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 6A എന്ന് പറയുന്ന ഒരു ഫോം നമുക്ക് ഓൺലൈനായിട്ട് നമ്മളുടെ എല്ലാ രേഖകളും വെച്ച് നമുക്ക് അത് ഇവിടുന്ന് ഓൺലൈനായി സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതല്ലെങ്കിൽ ആ ഫോം തന്നെ ഓഫ്ലൈനായും നമുക്ക് നമ്മളുടെ വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ച് അത് സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ അത് എങ്ങനെ ഫില്ല് ചെയ്ത്, ഓൺലൈനായി എങ്ങനെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം, ഓഫ്ലൈനായി എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ വ്യക്തമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അതുപോലെ ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റും നിങ്ങൾ ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആ വെബ്സൈറ്റിൽ കയറി ആ ഫോം ഓൺലൈനായി സബ്മിറ്റ് ചെയ്യാമെന്ന്, അല്ലെങ്കിൽ ഓഫ്ലൈനായി സബ്മിറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ഡിവൈസിൽ ഒരു ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് voters.eci.gov.in ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലോട്ട് പോകും. അവിടെ നമ്മൾ വോട്ടേഴ്സ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള അതിൽ നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹോം പേജിലോട്ട് കടക്കുന്നതാണ്. ഒന്ന് കുറച്ച് സെർച്ചിങ്ങിന് ചെറിയൊരു ടൈം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഇങ്ങനെ ഒരു പേജിലോട്ട് നമ്മളെത്തും. ഇങ്ങനെ ഒരു പേജിലോട്ട് എത്തും. ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാം, ഇവിടെ ഫിൽ ഫോം 6 എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽ ഫോം 6A എന്ന് കാണിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലോട്ടെത്തും. ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും ഫോം 6A ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആപ്ലിക്കേഷൻ ഫോർ ഇൻക്ലൂഷൻ ഓഫ് നെയിം ഇൻ ഇലക്ട്രോൾ റോൾ ബൈ ആൻ ഓവർസീസ് ഇലക്ടോർ എന്നുള്ള ഈ പേജ് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ആദ്യം നമ്മൾ സെലക്റ്റഡ് സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, അസംബ്ലി, പാർലമെൻ്ററി എന്നുള്ളത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അവിടെ ആദ്യം നമുക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ കേരള, പിന്നെ നമ്മൾ ഡിസ്ട്രിക്റ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അസംബ്ലി ഏതാണെന്നുള്ളത്, മണ്ഡലം ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടിയിൽ കാണുന്ന ഈ നെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലോട്ട് പോകും. അങ്ങനെ അടുത്ത പേജ് നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അവിടെ നമുക്ക് ആദ്യം നെയിം ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും, പിന്നെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും, പിന്നെ അത് കഴിഞ്ഞ് നെയിം ഓഫ് റിലേറ്റീവിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്, അതും ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നെയിം ഓഫ് റിലേറ്റീവ് എന്നുള്ളത്, ലാസ്റ്റ് നെയിം ഓഫ് റിലേറ്റീവിൻ്റെ അത് അടിച്ചു കൊടുക്കുക, അതും ഇംഗ്ലീഷിലും മലയാളത്തിലും അടിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മളെ വോട്ടർ ID ഉള്ള രൂപത്തിൽ തന്നെ അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റിലേഷനാണ് അടിക്കേണ്ടത്. നമ്മൾ മുകളിൽ കൊടുത്ത റിലേറ്റീവിൻ്റെ റിലേഷന് ആരാണ്, ഫാദറാണോ മദറാണോ, ആരെ പേരാണ് നമ്മൾ കൊടുത്തത്, അത് നമ്മൾ അടിച്ചു കൊടുക്കുക. അത് റിലേറ്റീവ് നമ്മളെ വോട്ടർ ID ഉണ്ടാവും ആരെ പേര്, അവരെ പേര് ആളുണ്ടെങ്കിൽ ആളെ പേര് അടിച്ചു കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അടുത്തതായിട്ട് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. നമ്മളെ വോട്ടർ ID ഉള്ള ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്ലേസ് ഓഫ് ബർത്ത് നമ്മൾ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്, പ്ലേസ് ഓഫ് ബർത്തിൻ്റെ ഡിസ്ട്രിക്റ്റ്, വില്ലേജ്, നമ്മൾ ഏത് ജെൻഡർ, മെയിലാണോ ഫീമെയിലാണോ ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു ഇമെയിൽ ID നമ്മളോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇമെയിൽ ID കൊടുത്ത് പിന്നെ നമ്മളൊരു മൊബൈൽ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഈ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫോമിലോട്ട് പോകും. അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കുന്നത് അഡ്രസ് ഇൻ ഇന്ത്യ ആസ് മെൻഷൻഡ് ഇൻ ഒറിജിനൽ പാസ്പോർട്ട് എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ ഇന്ത്യയിലെ അഡ്രസ്സാണ് ചോദിക്കുന്നത്. അത് നമുക്ക് കറക്റ്റായിട്ട് അവിടെ അടിച്ചു കൊടുക്കുക.
നമ്മളെ ഹൗസ് ഇംഗ്ലീഷിലും മലയാളത്തിലും, പിന്നെ സ്ട്രീറ്റ് ഇംഗ്ലീഷിലും മലയാളത്തിലും, നമ്മളെ ടൗൺ വില്ലേജ് ഏതാണെന്നുള്ളത് ഇംഗ്ലീഷിലും മലയാളത്തിൽ അടിച്ചു കൊടുക്കുക, പോസ്റ്റ് ഓഫീസ്, അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിക്റ്റ്, അത് കഴിഞ്ഞ് നമ്മളെ പിൻകോഡ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഡീറ്റെയിൽസ് ഓഫ് കറണ്ട് പാസ്പോർട്ടിലെ ഡീറ്റെയിൽസ് കൊടുക്കാനാണ് പറഞ്ഞത്. പ്ലേസ് ഓഫ് ഇഷ്യൂ കൊടുക്കുക, പാസ്പോർട്ട് നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് എക്സ്പയറി കൊടുക്കുക, ഡേറ്റ് ഓഫ് ഇഷ്യൂ കൊടുക്കുക. ഇതൊക്കെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് പാസ്പോർട്ടിൽ നോക്കിയിട്ട് അതേമാതിരി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽസ് ഓഫ് വിസ ഓഫ് ദി കൺട്രി ഓഫ് കറണ്ട് റെസിഡൻസ് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഡീറ്റെയിൽസ് ഓഫ് വിസ ഓഫ് ദി കൺട്രി ഓഫ് കറണ്ട് റെസിഡൻസ്, വിസ നമ്പർ, നമ്മളെ വിസയുടെ നമ്പർ അടിച്ചു കൊടുക്കുക. ഡേറ്റ് ഓഫ് ഇഷ്യൂ, വിസ ഇഷ്യൂ ചെയ്ത ഡേറ്റ് അടിച്ചു കൊടുക്കുക. ഡേറ്റ് ഓഫ് എക്സ്പയറി, വിസേൻ്റെ എക്സ്പയറി ഡേറ്റ് അടിച്ചു കൊടുക്കുക. പിന്നെ ടൈപ്പ് ഓഫ് വിസ, നമ്മൾ ഏതാ ജോലി ഏതാണെന്നുള്ളത് അടിച്ചു കൊടുക്കുക. നെയിം ഓഫ് ഇഷ്യൂ അതോറിറ്റി, ഏത് കൺട്രിയാണെന്നുള്ളത് അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് റീസൺ ചോദിക്കുന്നുണ്ട്. റീസൺ ഓഫ് ബീങ് ആബ്സെൻറ്റ് ഫ്രം ദി പ്ലേസ് ഓഫ് ഓർഡിനറി റെസിഡൻസ് ഇൻ ഇന്ത്യ, റീസൺ ഓഫ് ബീങ് ആബ്സെൻറ്റ് ഫ്രം ദി പ്ലേസ് ഓഫ് ഓർഡിനറി റെസിഡൻസ് ഇൻ ഇന്ത്യ. നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകാനുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിന് 3 ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, അതർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എഡ്യൂക്കേഷന് പോയതാണെങ്കിൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ജോലിക്ക് പോയതാണെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോയതാണെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ അതിൽ തന്നെ രണ്ടാമതായിട്ട് ചോദിക്കുന്നത് ഡേറ്റ് ഫ്രം വിച്ച് ആബ്സെൻറ്റ് ഫ്രം ഓർഡിനറി റെസിഡൻസ് ഇൻ ഇന്ത്യ. ആദ്യമായിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോയ ഡേറ്റാണ് ചോദിക്കുന്നത്. ഏകദേശം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത പേജിലോട്ട് പോകും. അവിടെ ചോദിക്കുന്നത് ഫുൾ കറണ്ട് അഡ്രസ്സ് ഇൻ ദി കൺട്രി ഔട്ട്സൈഡ് ഇന്ത്യ വേർ റിസൈഡിങ് എന്നാണ് ചോദിക്കുന്നത്. ഫുൾ കറണ്ട് അഡ്രസ്സ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അതായത് നമ്മളെ വിദേശത്തെ നമ്മളെ അഡ്രസ്സാണ് ചോദിക്കുന്നത്. അത് കറക്റ്റ് നമ്മൾ അടിച്ചു കൊടുക്കുക. വിദേശത്ത് നമ്മൾ താമസിക്കുന്നിടത്തെ രാജ്യത്തിൻ്റെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സാണ് ചോദിക്കുന്നത്. അവിടെ നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റ് അല്ലെങ്കിൽ ഹൗസിൻ്റെ നെയിം, നമ്പർ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രീറ്റ്, ഏരിയ, ടൗണ് ചോദിക്കുന്നുണ്ട്, സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്, കൺട്രി ചോദിക്കുന്നുണ്ട്, പോസ്റ്റ് കോഡ് ചോദിക്കുന്നുണ്ട്, അത് സിപ്പ് കോഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അടിച്ചിട്ട് അപ്ലോഡ് സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, JPG ഫയൽ. അത് കഴിഞ്ഞിട്ട് വാലിഡ് പാസ്പോർട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്. പാസ്പോർട്ടിൻ്റെ വാലിഡ് പേജിൻ്റെ ഒരു ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡിക്ലറേഷൻ പേജിലേക്ക് പോകും. അതൊരു സത്യവാങ്മൂലമാണ്. നമ്മൾ ഇന്ത്യയിലെ താമസക്കാരനാണെന്ന് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു സത്യവാങ്മൂലമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അടിയിലേക്ക് വന്നാൽ 2 ഓപ്ഷൻ കാണാം, ടിക്ക് ചെയ്യാനുള്ള. അതിൽ രണ്ടാമത്തെ നമ്മൾ ടിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ സ്റ്റേറ്റ്, അവിടെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്, ഡിസ്ട്രിക്റ്റ് ചോദിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ അസംബ്ലി മണ്ഡലം ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഫുൾ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വോട്ടർ ID നമ്പർ ചോദിക്കുന്നുണ്ട്, ഇലക്ട്രോ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് എന്നുള്ള നമ്പർ ചോദിക്കുന്നുണ്ട്. അത് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് ഇഷ്യൂ, അത് ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളെ പ്ലേസും ഡേറ്റും അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ക്യാപ്ചർ കോഡ് തരും നമുക്ക്. അത് നമ്മൾ തെറ്റാതെ അടിച്ച് നമ്മൾ പ്രിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് തെറ്റാതെ അടിക്കുക. എന്നിട്ട് തെറ്റാതെ അടിച്ചു കൊടുക്കണം. അടിച്ച് നമ്മൾ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്യാപ്ചർ കോഡ് ശരിയായിട്ടില്ല, അപ്പോൾ ഒന്നുകൂടി ഞാൻ ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ക്യാപ്ചർ കോഡ് ടൈപ്പ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പേജിലോട്ട് പോകും.
അപ്പോൾ നമ്മളെ പ്രിവ്യൂ ആണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ വായിച്ച് നോക്കിയിട്ട് ഒക്കെ ക്ലിയർ ആണോ നോക്കുക, എല്ലാം ക്ലിയർ ആണോ നോക്കുക, എല്ലാം വായിച്ച് നോക്കി ക്ലിയർ ആണോ നോക്കുക. ഒക്കെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും തെറ്റുണ്ട് തിരുത്താണ്ടെങ്കിൽ ഈ കീപ്പ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ബാക്ക് പോയിട്ട് ഒന്നും കൂടി തിരുത്തിയിട്ട് വരാം. എന്നിട്ട് ഒക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഈ സബ്മിറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതോട് കൂടി ഫിനിഷ് ആവും. പിന്നെ ഇത് ഓഫ്ലൈനായി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലിങ്കിൽ നിന്ന് ഈ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് നമ്മൾ അതിൽ ഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മൾ അത് സ്കാൻ ചെയ്ത് നാട്ടിലേക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അവരത് കോപ്പി എടുത്തിട്ട് അവിടെ BLO വരുമ്പോൾ നമ്മളെ എന്യൂമറേഷൻ ഫോമിൻ്റെ കൂട്ടത്തിൽ അത് അവർ കൊടുത്തോളും. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും മറ്റുള്ള പ്രവാസികളിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. ബൈ.